ഹലോ, ഞാൻ മനു വർഗീസ്. ഞാൻ കുണ്ട്രയിലാണ് എൻ്റെ വീട്. ഞാൻ 2017 അവസാന ബാച്ചാണ്. 2022 ജൂണിൽ ഞാൻ പാസ് ഔട്ടായി. 2023 ജാനുവരിയിൽ ഞാൻ FMG പാസ് ഔട്ടായി. ജൂനിയേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ടെൻഷനൊന്നും അടിക്കേണ്ട, അടിപൊളിയായിട്ട് പഠിച്ചാൽ മതി, നിങ്ങൾക്ക് കിട്ടും. ഞാൻ ഞാൻ തജിക്കിസ്ഥാനിൽ നിന്ന് അങ്ങനെ ഒന്നും പഠിച്ചിട്ടില്ല. എനിക്കത് പഠിക്കാനുള്ള സാഹചര്യം എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ ഫ്ലാറ്റിലായിരുന്നു നിന്നത്. കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പറ്റിയില്ല എനിക്ക്. അപ്പം നിങ്ങൾക്ക് ഇപ്പം ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നവർക്ക് എന്തായാലും സബ്ജക്ട്സ് കവർ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളവർ അങ്ങനെ അതിനു വേണ്ടി ട്രൈ ചെയ്തെടുക്കുക. പിന്നെ നാട്ടിൽ വരുമ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്ട്രീമിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് ഭംഗിയായിട്ട് പഠിക്കുക. നിങ്ങളുടെ താല്പര്യം പോലെ ഇരിക്കും ഏത് സ്ട്രീം എടുക്കണം, എങ്ങനെയായിരിക്കും. വീട്ടിലെ കംഫർട്ട് സോണിൽ ഇരുന്ന് പഠിക്കാൻ ഇഷ്ടമാണെങ്കിൽ ഓൺലൈൻ സ്ട്രീം എടുക്കുക, അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് കുറച്ചുകൂടെ ലൈവായിട്ട് പഠിക്കണമെങ്കിൽ ഓഫ്ലൈൻ എടുക്കുക. ആക്ച്വലി ഞാൻ മെഡിസിനും ഫിസിയോളജിയും സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത, ഞാൻ ഒരു സബ്ജക്റ്റും സ്കിപ്പ് ചെയ്യാൻ വേണ്ടി ഉപദേശിക്കുകയല്ല. പക്ഷേ എനിക്ക് കൂടുതൽ ടൈം കൺസ്യൂമിങ് ആയിട്ട് തോന്നിയത് മെഡിസിനാണ്. പക്ഷെ കൂടുതൽ സബ്ജക്റ്റിൽ നിന്നും ആ മെഡിസിൻ കവറപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ മെഡിസിനിൽ നിന്ന് മാത്രമുള്ള ടോപ്പിക്സ് ECG അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് നമ്മൾ ഒന്ന് സെപ്പറേറ്റ് ആക്കി പഠിച്ചു കഴിഞ്ഞാൽ അതിനും സ്കോർ ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. പിന്നെ മെയിൻ സബ്ജക്റ്റ് എല്ലാം കൃത്യമായിട്ട് നന്നായിട്ട് റിവിഷൻ ചെയ്ത് പഠിക്കുക. റിവിഷനാണ് എല്ലാവരും പറയുന്ന പോലെ, റിവിഷൻ ഈസ് ദ കീ ആൻഡ് കൺസിസ്റ്റൻസി. ഈ രണ്ട് സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പാസ്സാവാൻ പറ്റും. പിന്നെ എന്നെ ഇവിടെ കൊണ്ടുവന്ന അവനാശ് സാറിന് ഞാൻ നന്ദി അറിയിക്കുന്നു. പിന്നെ പ്രാർത്ഥന ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുക, പഠിക്കുക, എക്സാം എഴുതുക, ടെൻഷനൊന്നും അടിക്കാതെ എക്സാം എഴുതുക. പഠിക്കാൻ പറ്റുന്നവരെ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. താങ്ക് യു.